വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, വ്യത്യസ്തമായിട്ടൊരു ക്ലാസ്, വേറെ ഒന്നുമല്ല, ക്ലാസ് അല്ല. ഇതാരൊക്കെയാണെന്നറിയോ? ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇവരെല്ലാവരും കൂടിയുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. പേരൊന്നും എനിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ഏറ്റവും മുന്നിലുള്ള ആളെ അറിയാം. വാ, ആരാ നോക്കാം. ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കാനൊരു അവസരം കിട്ടി, അതുകൊണ്ട് വന്നതാട്ടോ. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അടഞ്ഞു കിടക്കുവാണ്, ആരും ഇല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ എന്താ പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെ ക്ലാസ്സുകളിലും നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് വളരെ വലുതായി പോകും. ഞാൻ ഒരാൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും തന്നിരുന്നില്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ, വേറൊന്നുമല്ല, ഹിന്ദി പഠിച്ചെടുക്കാൻ എന്താ എളുപ്പ വഴി, ഞാൻ എങ്ങനെ ഹിന്ദി പഠിച്ചത്, ഞാനും മക്കളൊക്കെ എങ്ങനെയാണ് ഹിന്ദി പഠിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്, മുന്നോട്ട് ഇനി എന്താ, ഇതിനൊക്കെ ഉള്ള മറുപടി ആട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ശരി. ആദ്യം തന്നെ എല്ലാവരുടെയും ഒരു സംശയമല്ലേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് മാറി നിന്നോട്ടോ, അവിടെ ഭയങ്കര വെയിലാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, 60 ഡേയ്സ് ചലഞ്ച്. എനിക്കറിയാം, ഞാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് 100 ഡേയ്സ് ചലഞ്ച് ആയിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ കട്ട് ഓഫ് ആക്കി 60 ഡേയ്സ് ആക്കിയതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, 100 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും അതെ, 100 ദിവസം എന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും. അപ്പം എനിക്ക് തോന്നി അത് 60 ഡേയ്സ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും ഒരു അട്രാക്റ്റീവ് ആയിരിക്കും, പഠിക്കാനുള്ളവർക്കും. ഈവൻ എനിക്കായാലും, എനിക്കിന് പ്രശ്നമില്ല, എനിക്കിങ്ങനെ ലെങ്ത് എത്ര വന്നാലും പ്രോബ്ലം ഉള്ള കാര്യമല്ല. എന്നാൽ പോലും കുറച്ചും കൂടി നല്ലത് അത് എന്ന് കരുതിയിട്ടാണ് ഞാൻ 60 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ 60 ഡേയ്സിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, കുറേ നമ്മളിങ്ങനെ ക്ലാസ്സുകൾ വന്നു, പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങി ഫോളോ ചെയ്യുന്നവരുണ്ടാവും, പല ടൈപ്പുള്ള ആൾക്കാരുണ്ടായിരുന്നുണ്ടാവും. കുറച്ചറിയുന്നവർ, അതുപോലെ തന്നെ ഒന്നും അറിയാത്തവർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് എന്താ പറയുന്നത്, കണ്ടിന്യൂ ഫോളോ ചെയ്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച് വരുന്നവരുണ്ടാവും. അവർക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് സ്വയമായിട്ടൊരു ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള റിവിഷൻ ക്ലാസ് ആണ് നമ്മളിനി മുമ്പോട്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾ എത്ര വേർഡ്സ് പഠിച്ചു ഹിന്ദിയിൽ? പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇനി നമുക്കൊരു ചെറിയൊരു ചലഞ്ച് തന്നെയാണ്. ചലഞ്ച് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ആദ്യം എന്താ പറയുക, അന്തവും കുന്തമൊക്കെ വേണം അല്ലേ, എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അത് എന്താ പറയുക, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലേ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ, നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ ചലഞ്ച് എന്ന് പറയുന്നത്. 30 ഡേയ്സ് വേർഡ് മീനിങ്സ്, ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വേർഡ് മീനിങ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഷയിൽ 1000 വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, എല്ലാം നമുക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഈ നമ്മുടെ ഈ 60 ഡേയ്സ് നമ്മുടെ സീരീസ് കഴിഞ്ഞിരിക്കുന്നവർക്ക് വളരെ സിമ്പിളാണ്. വേർഡ് മീനിങ്ങിൻ്റെ ഒപ്പം അതിൻ്റെ സെൻറ്റൻസും കൂടി നമ്മൾ കവർ ചെയ്യും. അപ്പോൾ എന്താണ്, ഒരു റിവിഷൻ പോലെ നിങ്ങൾ പെട്ടെന്ന് എന്താ പറയുന്നത് സ്റ്റോപ്പായി പോകുന്നില്ല, നിങ്ങൾ സ്വയം ഫോളോ ചെയ്യേണ്ട കാര്യം വരുന്നില്ല, ഞാൻ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുകയാണ്. ഇനി 30 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് 1000 വേർഡ് മീനിങ് ചലഞ്ചാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറൊരു കാരണം കൂടി കൊണ്ടാണ്, കാരണം പുതുതായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ഫോളോ ക്ലാസ് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. ഈവൻ പുതുതായിട്ട് വരുന്നവർക്കാണെങ്കിൽ പോലും 30 ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്തിട്ട് ഈ 60 ഡേയ്സ് സീരീസ് അറ്റൻഡ് ചെയ്താലും മതി. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം അർത്ഥങ്ങൾ മുഴുവൻ പഠിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. അപ്പം ആ രീതിയിലും കൂടി നമ്മൾ എന്താ പറയുന്നത് സെറ്റ് ചെയ്തിട്ടാണ് ഇനി വരുന്ന ക്ലാസ്. ഓക്കെ, അപ്പം ഇനി മുന്നോട്ട് എന്താ, അത് ക്ലിയർ ആയില്ലേ? ശരി. ഇനി എന്താ, ഇനി ഞാനും മക്കളൊക്കെ എങ്ങനെയാണ് ഹിന്ദി പഠിച്ചത്, അത് വലിയൊരു കഥയാണ്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പട്ടാളത്തിലാണ് കേട്ടോ, പട്ടാളക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫാമിലിക്ക് ഒരുമിച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ പട്ടാള ക്യാമ്പിലായിരുന്നു. പക്ഷെ നമ്മൾ മലയാളികൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതും ഔട്ട് ഓഫ് ഇന്ത്യയല്ല, ഇന്ത്യയിലുള്ള കാര്യം പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നോർത്തിൽ എവിടെ പോയാലും നമ്മൾ മലയാളിയാണ് ഫ്രം കേരള എന്ന് പറയുമ്പോൾ അവർ അപ്പം തന്നെ പറയും, ഒരു പരിചയം ഉണ്ടാവില്ല, വെറുതെ നമ്മുടെ മുഖത്തേക്ക് പറയും എന്തെന്ന്, നിങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ള ഒരു നമ്മളോട് അങ്ങനെ പറയും.
അപ്പം നമ്മൾ തന്നെ വിചാരിക്കുന്നത് എന്താണെന്ന്. കാരണം മറ്റുള്ള സ്റ്റേറ്റുകളെക്കാളും കൂടുതൽ പ്രയോറിറ്റി നമുക്ക് അവിടെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പം എന്താണ്, ഇവർ ഹിന്ദി പറയുമ്പോൾ നമുക്ക് ഹിന്ദി അറിയില്ല. അപ്പം നമുക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ഒരു മനോഭാവം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഇവർ ഹിന്ദി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുമ്പോൾ ഹിന്ദി അറിയില്ല എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ് സത്യത്തിൽ. അപ്പം ഇവർ ഫേസ് ചെയ്യാൻ മടിക്കും നമ്മൾ. കാരണം എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയാനുള്ളൊരു മടി കൊണ്ട്, ഈഗോ കൊണ്ട് കേട്ടോ. അപ്പം എന്താ, മാക്സിമം അവരിലേക്ക് എത്തിച്ചേരാതിരിക്കാനാണ് ശ്രമിക്കുക. ഞാൻ എൻ്റെ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 years ആയിട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു 8 എന്താ പറയുക ഇടയ്ക്ക് എനിക്ക് വരുന്ന കേട്ടോ ഒരു കമൻറ്റിൽ ഉണ്ടായിരുന്നു, ഈ എന്താ പറയുക അധികം വേണമെന്ന്. സോറി കേട്ടോ, ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ വരുന്ന ഒരു വാക്കാണ് ഈ എന്താ പറയുക. ഓക്കെ ശരി. അപ്പോൾ ഞാൻ 12 years ആയി മാരേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ 12 years ഇപ്പോൾ പട്ടാള ക്യാമ്പിൽ തന്നെയാണ് നമ്മളിങ്ങനെ കറങ്ങി നടക്കുവാണ്. ഓരോ 5 years 4 years ഇങ്ങനെ പോസ്റ്റിംഗ് ആണ്. ആദ്യം തന്നെ ബാംഗ്ലൂരായിരുന്നു, പിന്നെ കശ്മീരായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ഗോവ റൂട്ടിലാണ്, ബൽഗാമിലാണ് കേട്ടോ. സോ ആ സമയത്ത് ഞാൻ മാക്സിമം ഹിന്ദിക്കാരുടെ മുന്നിലോട്ട് പോവാതിരിക്കാനാണ് ശ്രമിച്ചിരുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. 8 വർഷം ഞാൻ ഹിന്ദിക്കാരുടെ മുൻപിലോട്ട് പോയിട്ടില്ല. മലയാളികളുണ്ടോ അവരോട് സംസാരിക്കും, വേറെ ഏതെങ്കിലും ഭാഷക്കാരല്ലേ തമിഴോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും ഉണ്ടാവും നമ്മുടെ ക്യാമ്പിൽ. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂട്ടുപിടിക്കും, അവരോട് മാത്രം സംസാരിക്കും, അല്ലെങ്കിൽ മാക്സിമം അകത്ത് തന്നെ ഇരിക്കും. അതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. മൂത്ത ആൾക്ക് 3 വയസ്സായി. അവൻ സ്കൂളിൽ പോയി തുടങ്ങി. ഞങ്ങളൊക്കെ ടെൻഷനിലായിരുന്നു. അവൻ സ്കൂളിൽ പോകുമ്പോൾ കശ്മീരാണ്, ഞങ്ങൾ ജമ്മു കാശ്മീരായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് ടെൻഷനായിരുന്നു, ഹിന്ദിയാണ്, കുട്ടി എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അവൻ അവിടെ പോയി, അവനായിരുന്നു 3rd standard വരെയായിരുന്നു ഞങ്ങൾ അവിടെ. 3rd standard വരെ, ഇവൻ LKG മുതൽ pre-KG മുതൽ 3rd standard വരെ നമ്മുടെ ഫസ്റ്റ് ആയിരുന്നു ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ കേരളക്കാരുടെ അഭിമാനം നമുക്ക് അവിടെയും കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ സത്യത്തിൽ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നേ, അവൻ അവിടെ പോയി ഹിന്ദി പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ ഹിന്ദിയൊക്കെ 3 വയസ്സുള്ള കുഞ്ഞ് ഹിന്ദി സംസാരിക്കാൻ ഇത്രയും പെട്ടെന്ന് പഠിച്ചു. കുറേ കാര്യങ്ങൾ അവനും പിന്നെ എൻ്റെ ഹസ്ബൻഡും പപ്പയും മോനും കൂടി സംസാരിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുശുമ്പായി. ഇതിന് മുമ്പ് ഈ 8 വർഷത്തിൽ ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട്, എന്തെന്ന് എന്നൊന്ന് ഹിന്ദി പഠിപ്പിക്കുമോ, നിങ്ങൾ വീട്ടിൽ ഹിന്ദി സംസാരിക്കുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നത് അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ അവരോട് പോയി സംസാരിക്കുമെന്നാണ്. പുള്ളി എഫേർട്ടൊന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കുശുമ്പായി. ഇവരെന്നെ കളിയാക്കാൻ തുടങ്ങി, നോക്കിയേ കുഞ്ഞു പോലും പറയാൻ തുടങ്ങിയെന്ന്. അപ്പോഴാണ് എനിക്ക് ആവശ്യമായിട്ട് തോന്നി. നമുക്ക് എപ്പോൾ ആവശ്യമായിട്ട് തോന്നുന്നോ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് കാര്യം പഠിച്ചെടുക്കും. കാരണം നമുക്ക് ചെയ്തേ പറ്റൂ. ഒരു വാശിയായിരുന്നു, എനിക്കിത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു വാശി എനിക്ക് വന്നത് എൻ്റെ മോൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. അതുവരെ നമ്മൾ പിന്മാറുക ചെയ്തേ, അതിലേക്ക് മുന്നിട്ട് കാല് വെച്ചില്ല. അതായിരുന്നു എൻ്റെ തെറ്റ്. അല്ലാതെ ഒരു പട്ടാള ക്യാമ്പിൽ 8 വർഷം ഹിന്ദി സംസാരിക്കാൻ അറിയില്ല എന്ന് പറയണേക്കാളും മോശം വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തില്ല. അപ്പം അതാണ് പറയുന്നത്, നമുക്കൊരു അവസരം കിട്ടിയ അത് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിച്ചു എന്നല്ലേ. ഞാൻ എന്ത് ചെയ്ത്, ഒന്നുമില്ല. എല്ലാ ദിവസവും 4 മണിക്ക് എല്ലാവരും ഓരോ ഗ്രൂപ്പ് ഇങ്ങനെ വർത്താനം പറയുണ്ടാവും. ഇപ്പോൾ അവരിൽ ഗുജറാത്തി ഉണ്ട്, രാജസ്ഥാനി ഉണ്ട്, ഹരിയാന ഉണ്ട്, ദില്ലി ഉണ്ട്, എല്ലാ സ്റ്റേറ്റുകാരും ഉണ്ടാവും. അപ്പം അവരുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് മാത്രം ഞാൻ ചെയ്തുള്ളൂ. ജസ്റ്റ് കഴിഞ്ഞിട്ട് ആ പുറകിൽ പോയി നിൽക്കും. നമുക്കൊക്കെ നാണക്കേടാണല്ലോ അങ്ങനെ ചെയ്യാൻ. പക്ഷെ ഞാൻ നിൽക്കും. എന്നോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അവരെന്തെങ്കിലും ചോദിക്കും, കുറച്ച് ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത്. അവർക്കും ഇംഗ്ലീഷ് വലിയ കാര്യത്തിൽ മനസ്സിലാവാത്തവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിച്ച് പോന്നിരുന്നതാണ്. അപ്പോൾ ഇവര് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ ആദ്യം ചോദിക്കുന്നത്? എന്താ ഈ പണികളെല്ലാം കഴിഞ്ഞോ? കാം ഹോഗയാ? അപ്പോൾ കാം പണി ഹോഗയാ. അത് നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക് 2-3 ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു വാക്ക് പഠിക്കുന്നുള്ളൂ. ആ ഒരു വാക്കേ പഠിക്കുന്നുള്ളൂ. ഹോഗയാ. നമ്മൾ എന്താ പറയാ, എന്ന് പറയും അല്ലേ. അവരതിന്റെ ബാക്കി പറയും ഹോഗയാ. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ വാക്ക് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഖാന ബൻഗയാ. അങ്ങനെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ പഠിച്ച് എന്താ പറയുക, ആ പഠിക്കുന്ന വാക്കുകൾ കൈസേ ഹോ, ആ കൈസേ ഹോ എന്നായിരിക്കുമല്ലേ ചിലർ ചോദിക്കാം. ആ കൈസേ ഹോ? മേ ടീക്കും. അതാണ് മറുപടി പറയണ്ടേ. പക്ഷെ ആ ടൈമിൽ അറിയില്ല. ടീക്ക് വേണ എന്നാ അവര് ചോദിക്കുമ്പോഴാ ടീക്ക് അങ്ങനെ പറഞ്ഞു വരണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കിട്ടുന്ന വാക്കുകൾ വീട്ടിൽ പോയിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അടിച്ചു വാരുമ്പോഴും ഒക്കെ ഇത് തന്നെ ഞാൻ പറയുമായിരുന്നു. എന്താണ് അന്ന് കേട്ട ഒരു ഒറ്റ സെന്റൻസ് അല്ലെങ്കിൽ ഒറ്റ വേർഡ്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ 2 മാസം അല്ലെങ്കിൽ 3 മാസം മാക്സിമം അത്ര എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഹിന്ദി എന്തെങ്കിലും മറുപടി കൊടുക്കാറായി. മറുപടി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
അവിടെയാണ്. ആദ്യമൊന്നും അറിയില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോൾ നഹി എന്ന് പറയാൻ മടിയാ. നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന നഹി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള പേടി കൊണ്ട്. കാരണം അവിടെ ഓഫീസേഴ്സും ഇവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു മടിയാണ്. അവരെത്ര എഡ്യൂക്കേറ്റഡ് ആയാലും ഹിന്ദിയെ സംസാരിക്കുക. അത് നോർത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. എത്ര എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ ഓൾമോസ്റ്റ് ഒരു ഹിന്ദിയിലാണ് നമ്മളോട് സംസാരിക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. നമ്മൾ എഫേർട്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചു, അപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ, കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പിന്മാറരുത്, നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ നാവിനൊരു ഫ്ലുവൻസി ഉണ്ടാക്കണം. നമ്മുടെ നാവിന് ഫ്ലുവൻസി വേണമെങ്കിൽ എന്താ, ഹിന്ദി വേർഡ്സ് പറയണം. പിന്നെ കാണുന്നതെല്ലാം നമ്മൾ ഹിന്ദി അതിൻ്റെ വേർഡ്സ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കിച്ചണിൽ മോനോട് എങ്ങനെയാണ് പറയണേ, സ്പൂൺ എടുത്തുകൊണ്ടിരാൻ പറയും അല്ലേ. സ്പൂണ്, ഈ സ്പൂൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡാണ്. നമുക്കതിൻ്റെ മലയാളം വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സ്പൂണിൻ്റെ മലയാളം വേർഡ് എന്താ, വെള്ളിക്കയില, അങ്ങനെ എന്തൊക്കെയല്ലേ. എനിക്കും അത്ര വലിയ പിടുത്തില്ല, പക്ഷേ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അമ്മാമ്മയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലോ അവർ സ്പൂൺ തന്നെ പറയില്ലേ. എങ്ങനെ അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ? ഇംഗ്ലീഷ് പഠിക്കാത്തവരും സ്പൂണിനെ സ്പൂൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആ വേർഡ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഹിന്ദി വേർഡ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയുന്നവർക്കറിയാം അല്ലേ. ചമച്ച്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ചമച്ച് എന്നാണ് സ്പൂണിനെ പറയുന്നത്. അപ്പോൾ ചമച്ചെന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇനി ഹിന്ദി അറിയണ്ടേ. നമ്മളെ പോലെ നമ്മുടെ മക്കളാവരുതല്ലോ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ചമച്ച് 2 പ്രാവശ്യം ചമച്ചെടുത്തേടാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പൂണിനെ ചമച്ചെന്ന് പഠിക്കുകയാണ്. അങ്ങനെ ഓരോന്ന്, ഇപ്പൊ കത്തി, ചാക്കു, മനസ്സിലായോ? അതുപോലെ തന്നെ പാത്രങ്ങൾ, ബർത്തൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ പഠിക്കാൻ തന്നെയല്ലേ പോണേ. അപ്പൊ നമ്മൾ സ്വയം പഠിക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ഓരോ ടിപ്സ് ആണ്. നമ്മൾ എങ്ങനെ പഠിക്കാം, ഇത് സാധ്യമാവോ എന്നുള്ളതിലല്ല, സാധ്യമാക്കണം എന്നതിലാണ് കേട്ടോ. നമ്മൾ ഓരോ വസ്തുവിന്റെയും ഹിന്ദി. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ആവും, ഇതിനെന്താ പറയാ, ഡൗട്ട്സ് വരും. നിങ്ങൾ കമന്റ് ചെയ്തോ, അതിന്റെ മറുപടി ഞാൻ തന്നേക്കാം കേട്ടോ. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയാലേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവുള്ളൂ. വെറുതെ കേട്ടുകൊണ്ടിരുന്ന ഒരിക്കലും ഡൗട്ട്സ് ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി കുറേ ഹിന്ദി ക്ലാസ്സുകൾ ഇപ്പൊ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടാണ്ട് ആരും പോകുന്നില്ല. അപ്പം നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഹിന്ദി, നിങ്ങൾ അറിയാത്ത ഒരു ഭാഷയുടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കണം അല്ലേ. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, ഞാൻ പറയുന്ന പോലെ കിട്ടുന്ന അവസരങ്ങൾ ശ്രമിക്കുക, ട്രൈ ചെയ്യുക, മടി കാണിക്കാതിരിക്കുക. ഒരുപാട് പേരുണ്ട് അന്യനാടുകളിൽ പോയിട്ട് ഹിന്ദി അറിയാതെ ജോലിക്ക് ബുദ്ധിമുട്ടുന്നവര്. അവരൊക്കെ ജസ്റ്റ് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. അവിടെ ജോലി ചെയ്യുന്ന വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് 2 മാസം വേണ്ട ഹിന്ദി പഠിച്ചെടുക്കാൻ. ഇതൊന്നും അറിയാതെ തന്നെ സംസാരിക്കാൻ ഒരാളെ കിട്ടി നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ. പിന്നെ ലൊക്കേഷൻ മാറി കേട്ടോ, വീഡിയോ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ അല്ലേ. ഇതുപോലത്തെ വീഡിയോസ് ഒന്നും നമുക്ക് ക്ലാസ്സിൽ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മാത്രം പുറത്തെടുക്കാന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ വ്ളോഗൊക്കെ പിടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങള് ഇതിനു മുമ്പ് 2 ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാട്ടോ. ചാനൽ പേരൊന്നും പറയുന്നില്ല. 2 ചാനലുണ്ട്. ഒന്ന് മലയാളത്തിലാണ്, ഒന്ന് ഹിന്ദിയിലാണ്. വ്ളോഗ് ചാനലാണ്. കുറെ കോമഡി ഒക്കെ ചെയ്തു നോക്കി. ഹസ്ബൻഡ് കൂടി വേണമല്ലോ, പുള്ളിയുടെ സപ്പോർട്ട് കൂടി വേണം. അപ്പൊ പുള്ളിക്ക് എന്താ പറയാ, ബിസിയാണ് എപ്പോഴും. അപ്പൊ അതിന്റെ പേരിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ 1000 വേർഡ് മീനിങ് ചലഞ്ച് ആണ് ചെയ്യുന്നത് കേട്ടോ. അത് വേറൊന്നുമല്ല, ഈ 1000 വേർഡ് മീനിങ്ങിന്റെ ഒപ്പം നിങ്ങൾക്ക് സെന്റൻസുകൾ ഉണ്ടാവും. അതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, വീക്കിലി 3 ഡേയ്സ്. ഓക്കെ. അപ്പോൾ ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ പുതിയൊരു ചാനലാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും ഒരുപോലത്തെ റിപ്ലൈ ആയിരിക്കും തരുന്നത് അല്ലേ. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ കമന്റിൽ ക്ലിയർ ചെയ്യാനുണ്ട്. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പിന്നെന്താ, എൻ്റെ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് വേറൊന്നുമല്ല. ഞാൻ ഈ ചാനൽ ഒരു 2 years ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന. ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണ്, നമ്മുടെ കേരളത്തിൽ നമ്മൾ ബേസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഹിന്ദി പഠിച്ചത്, എഴുതാനും വായിക്കാനും ഒക്കെ അവർ എന്താ പറയുക, UKG തുടങ്ങി റീഡിങ് നല്ല ക്ലാരിറ്റി ആയിട്ട് വായിക്കുന്നവർ 2 പേരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിരുന്നത്. അത് മാത്രം ആ ഒരു സ്റ്റെപ്പ് ഒരു 28 വീഡിയോസാണ് ഞാൻ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ ചാനൽ അങ്ങ് വിട്ടിരുന്നു. ഇപ്പോൾ 2 years ആയിട്ട് ആ ചാനലിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി എന്നെ പോലെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്താ പറയുന്നത്,
ഹിന്ദി അറിയാതെ നമ്മൾ മലയാളികളല്ലേ, നമുക്ക് എല്ലാത്തിനും നമ്മളെല്ലാത്തിനും എന്താ പറയുന്നത് കഴിവുള്ളവരാ, ടാലന്റ് ഉള്ളവരാ അല്ലേ. അത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാര്യമാണ്. എവിടെ ചെന്നാലും നമുക്കൊരു പ്രയോറിറ്റി അവർ തരാറുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ ഹിന്ദി അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ശരിക്കും തല താഴ്ത്തുന്നുണ്ട്. അനുഭവിക്കുന്നവർക്കറിയാം അല്ലേ, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. അപ്പൊ ഉള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഒരുപാട് ഗ്രാമർ പഠിപ്പിക്കണം, അത് പഠിപ്പിക്കണം, ഇത് ഞാൻ അതുകൊണ്ടാണ് ഈ ചലഞ്ച് സ്റ്റാർട്ടിങ് തുടങ്ങിയ പറയണത്. നിങ്ങൾ ഗ്രാമറിലൊന്നും ഒരു പ്രയോറിറ്റിയും കൊടുക്കണ്ട, നിങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി. ആ ഒരു ലക്ഷ്യത്തോട് കൂടി മാത്രം ഒരു സ്പോക്കൺ ഹിന്ദി ഞാൻ ഇങ്ങനെയൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഇത്രയും എനിക്ക് സപ്പോർട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആദ്യം എനിക്ക് 28 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരൊന്നും ഫോളോ ചെയ്തില്ല. ഡെയിലി 100-200 വീഡിയോ മാക്സിമം അത്രേ വരത്തുള്ളൂ. പക്ഷേ ഇതെനിക്ക് നല്ലപോലെ എന്താ പറയുക, എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളോട് നന്ദി പറയാം കേട്ടോ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നു, ഒരുപാടൊന്നും അല്ല, എന്നെ സംബന്ധിച്ച് എല്ലാവരും എനിക്ക് ഒരുപാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി എന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു ഏരിയ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പർ ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മളിവിടെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. 2 വർഷമായി വന്നിട്ട്, ഇനി ഒരു 2 വർഷം കൂടി മാക്സിമം കിട്ടും. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത ചലഞ്ചിൽ കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.